എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവുകയാണ്. അങ്ങോട്ട് നോക്കി നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ് കാണുന്നതൊക്കെ. അപ്പോൾ നമ്മളിന്ന് ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഒരുപാട് നാളായി ഊട്ടിക്ക് പോയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ നാടുകാണി ചുരത്തിലാണ്. നമുക്കിനി ചുരം കയറാൻ കിടക്കുന്നേ ഉള്ളൂ, നമ്മൾ താഴെ ആയതേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങോട്ട് നോക്കുന്നുണ്ട്, അവിടെയൊക്കെ കോടമഞ്ഞൊക്കെ ഉണ്ട് ആ മലനിരകളുടെ മുകളിൽ കൂടെയൊക്കെ. അതുവഴി ഒന്നുമല്ലല്ലോ നമ്മൾ പോകുന്നത്. അല്ലല്ലോ, നമ്മൾ ഇതുവഴിയല്ലേ പോകുന്നത്. അതില്ല ഞാൻ ചോദിച്ചു, ഇതുവഴി ഇങ്ങനെ കറങ്ങി ആ മലയിലോട്ട് വല്ല ചെല്ലുന്നുണ്ടോ എന്ന് ചോദിച്ചു. ആ മലയിലോട്ടൊന്നും ചെല്ലുന്നില്ല, നമ്മൾ ഇവിടുത്തെ മലയിലോട്ടാണ് ചെല്ലുന്നത്. ഓക്കേ, പോയേക്കാം. നേരെ ഊട്ടിക്ക് വിട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ നാടുകാണി ചുരം അങ്ങ് കയറിയേക്കാം. അപ്പം ഇന്നത്തെ യാത്രയിൽ മുത്ത്, ഞാൻ, പൊന്നുക്കുട്ടി, ചേട്ടായി, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. സസ്പെൻസാണ്, സർപ്രൈസ് എൻട്രി ആണ്. അതെ, ആനയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആനയൊക്കെ ഉണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ വഴിക്കടവിനെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് ഈ നാടുകാണി ചുരം. ചില സ്ഥലത്ത് ഇവിടെ വീതി കുറവല്ലേ? നല്ല വീതിയാ, നല്ല ഈറ്റയൊക്കെ ഒടിഞ്ഞ് വഴിയിലേക്ക് കിടക്കുന്നു. ഇവിടെ ആന ഇഷ്ടം പോലെ ഇറങ്ങുന്നത് ഇതുണ്ടോ? ഈയിടെ എങ്ങാണ്ടേ ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു ആന ഇറങ്ങിയിട്ട് എന്തോ വണ്ടിക്കാരെ എന്തോ ശല്യം ചെയ്യുകയൊക്കെ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് പത്രത്തിലെങ്ങാണ്ട് കണ്ടു. ഇവിടെ മിക്കവാറും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആനകളെ ഇഷ്ടം പോലെ ഉണ്ട്. രാത്രിയിൽ ഇറങ്ങും. ഇതുണ്ടല്ലേ, ഇതെന്നാന്ന് വെച്ചാൽ ഇവിടെ ഈറ്റയും കൂടെ നിൽക്കുന്നുണ്ടോ ഇത് തിന്നാൻ വരുന്ന? ഇതേ ഈറ്റയല്ല, മുളയാ. അതെ, പറഞ്ഞപ്പോ ശ്രദ്ധിച്ചില്ല. അല്ല, രണ്ടുപേരും കുടുംബക്കാര് തന്നെയാ. ആന ഇറങ്ങുന്ന മേഖല എലിഫന്റ് കോറിഡോർ. ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന മേഖലയാ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴിക്കടവ് റേഞ്ച്. ഗൂഡല്ലൂർ 22 കിലോമീറ്റർ, നാടുകാണി 11. നാടുകാണി തമിഴ്നാട്ടിലെ സ്ഥലം അല്ലേ? അതെ, ഗൂഡല്ലൂരും അതെ. ഓ, നമ്മള് താഴേന്ന് കണ്ട മലയുടെ എല്ലാം മേളില് വന്നിപ്പോ. സൈക്കിൾ റൈഡേഴ്സ്, നമ്മുടെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. രാവിലെ ഇവര് ചുരം ഇങ്ങോട്ട് ഇറങ്ങാൻ നല്ല രസമായിരിക്കും, അങ്ങോട്ട് ചവിട്ടി കയറുന്ന നല്ല പണിയായിരിക്കും. അങ്ങോട്ട് ചവിട്ടി കയറിയതായിരിക്കും. രാവിലെ നല്ല വെയിലായിരുന്നല്ലോ, ഇപ്പൊ വെയിലൊക്കെ മങ്ങി തുടങ്ങി. എന്നാ വലിയ മരമാന്ന് നോക്കി ഒടിഞ്ഞു കിടക്കുന്നത്. ഭയങ്കര കാറ്റായിരുന്നു തോന്നുന്നു. അതായത് അവിടെ നിന്ന് ഒടിഞ്ഞിട്ട് കണ്ടോ അത് ഇങ്ങോട്ട് വന്നേക്കുന്നത്. എന്നാ വലിയ മരമാന്ന് നോക്കി. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഒരിക്കലും വണ്ടി ഇല്ലാഞ്ഞ സമയത്താ അത് മറിഞ്ഞു വീണേക്കുന്നത്. അനേവർക്കും വണക്കം. ഇന്നേക്ക് നമ്മ ഊട്ടി പോരെ. ഊട്ടി എന്ന ഉദകമണ്ഡലത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഇപ്പൊ പുത്തേ ട്രാവലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുകളിലോട്ട് നോക്കിയേ, ഇതുണ്ടോ ഒരു കല്ല് ഇരിക്കുന്നത്. എന്നാ വലിയ കല്ലാന്ന് നോക്കിയേ. നമ്മളെ കൂടുതലും മൈസൂർന്ന് ലോഡുമായിട്ട് ഇല്ല, തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരാറേ ഉള്ളൂ. കയറിപ്പോന്ന വളരെ കുറവാണ്. ഇതെല്ലാം മരം വീണ് കിടപ്പുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഈ ചുരം പിന്നെ അത്യാവശ്യം വീതിയുണ്ട്. വീതിയുണ്ട്, തിരക്കും കുറവുണ്ട്. പിന്നെ തമിഴ്നാടിന്റെ ഭാഗമുള്ളൂ കുറച്ച് മോശമുള്ള, വീതി കുറവും വഴി ഇച്ചിരി മോശമൊക്കെ ഉള്ള. വെൽക്കം ടു ക്യൂൻ ഓഫ് ഹിൽസ്. വെൽക്കം ടു തമിഴ്നാട്. തമിഴ്നാട്ടിലേക്ക് കയറി നമ്മൾ. ഇനി കുറച്ച് ദിവസം തമിഴ്നാട്ടിൽ. അതെ, ഈ മരം കണ്ടോ, ഇതിന്റെ വേര് കണ്ടോ, ആലിന്റെ വർഗത്തിൽപ്പെട്ടതായിരിക്കാം. അടുത്ത കാലത്തെങ്കിലും ഇതിലെ വന്നില്ലായിരുന്നു. ഇവിടെ എല്ലാം വഴി പണിതു, വഴി ശരിയാക്കി. ഇങ്ങോട്ടും വഴി അടിപൊളിയാക്കിയ കേട്ടോ. ഇത് നല്ല ടാർഗറ്റ്. ഇന്നത്തെ ജാഥ ക്യാപ്റ്റൻ മുത്താണ്. ഇന്നത്തെ തന്നെ ലീഡർ എല്ലാം മൊത്തം തന്നെയാ ജാഥ നയിക്കുന്നത്. അപ്പം പുറകിന്ന് വരുന്ന ആൾക്കാരെയൊക്കെ കയറ്റി വിട്, പതുക്കെ കയറിപ്പോട്ടെ. ഇപ്പൊ നമ്മുടെ സർവീസ് ബുക്കിംഗ് ഡേറ്റ് ആയില്ല ഇതുവരെ ട്രെയിൻ ഡ്രൈവറുടെ. പക്ഷെ റെസ്റ്റിലായിരുന്നു. ഞാൻ അടങ്ങി ഒതുങ്ങി ഒരു സൈഡിൽ ഇരുന്നോളാന്ന് പറഞ്ഞിട്ടാ എന്നെ കൊണ്ടുവന്നത്. അത് ഊട്ടിക്കായതുകൊണ്ടാ ഞാൻ പോകുന്നേ. ഓരോ പ്രാവശ്യം അങ്ങനെ ഓരോ സ്ഥലമാണ് അല്ല മൊത്തേ. അല്ല, ഊട്ടിക്ക് വന്നിട്ട് എത്ര നാളായി. ഞാൻ ആദ്യം വരുന്നില്ലെന്ന് ഓർത്തതാ, പിന്നെ പോന്നേക്കാന്ന് വെച്ചു. ഇത് മരം ഒടിഞ്ഞു വീണാന്ന് തോന്നുന്നു. മരം ഒടിഞ്ഞു വീണാ. കാറ്റും മഴയൊക്കെ ആയിരുന്നു തോന്നുന്നു ഭയങ്കര അല്ലേ. വീതി കുറവാ കുറച്ച് സ്ഥലം, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ ഈ വണ്ടികളെല്ലാം ഈസി ആയിട്ട് കയറി പോവേ. അവിടെ ഒരാൾ ജാഥ ഉണ്ടെന്ന് കേട്ടോ, നമ്മുടെ മുന്നിൽ വേറൊരാൾ ജാഥ നയിക്കുന്നുണ്ട്. അതെ അതെ. ആ മലയിലോട്ടൊക്കെ നോക്കിയ കണ്ടോ, കോടമഞ്ഞായി. ഇപ്പോൾ ഇത് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇവിടെ കാണുമ്പോൾ നമ്മൾ ഇടുക്കിയിലേക്ക് ചെന്ന പോലെ അല്ലേ തേയിലത്തോട്ടങ്ങളൊക്കെ. ഗവൺമെന്റ് ഓഫ് തമിഴ്നാട്, തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റാ. ഇത് കീഴ് നാടുകാണി, താഴത്തെ നാടുകാണി. താഴെ ചൊവ്വ പറയുന്നല്ലേ. അത്രേ ഉള്ളൂ. ഗവൺമെന്റ് ഓഫ് തമിഴ്നാട് എൻട്രി ടോൾ.
ഇവിടെ എത്ര രൂപയാ? 90. ഗൂഡല്ലൂർ 11 കിലോമീറ്റർ. വെൽക്കം ടു നീൽഗിരീസ്. നാടുകാണി ജംഗിൾ എക്കോ ടൂറിസം, തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. സഫാരി ഒക്കെ ഉണ്ടാവും. ആണോ? സഫാരിന്ന് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റിലേക്ക് 123 കിലോമീറ്റർ കാലിക്കട്ട്. ഗൂഡല്ലൂർ 11 കിലോമീറ്റർ. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് നാടുകാണിയാണ് കഴിഞ്ഞത്. അപ്പൊ അവിടെ നമ്മുടെ ഡിക്കി എല്ലാം തുറന്ന് കാണിക്കണം. എന്നുവെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് എല്ലാം നോക്കും അവര്. ഏതെങ്കിലും കട കാണുകയാണെങ്കിൽ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള കടയുണ്ട്, നമുക്ക് കഴിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതേ കറങ്ങാനായിട്ട് ഇറങ്ങിയാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് ഇപ്പം? ഗൂഡല്ലൂർ വഴി ഗുണ്ടൽപേട്ട പോയി വയനാട് മുത്തങ്ങ വഴി അങ്ങനെ പോകും. താമരശ്ശേരി ഇറങ്ങിപ്പോകും അല്ലേ? കീഴ്ശ്ശേരി എത്തും. ഒറ്റ ദിവസം വൈകുന്നേരം തന്നെ ഒരു വൺ ഡേ ട്രിപ്പ്. വീട് കീഴ്ശ്ശേരി വരെ, കൊണ്ടോട്ടി കീഴ്ശ്ശേരി. കീഴ്ശ്ശേരി എന്നൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. വർക്കല അല്ലേ? ആ ശരി, അപ്പൊ സന്തോഷം. നിങ്ങൾ എങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചല്ല. അപ്പൊ ഇവരെല്ലാരും രാവിലെ ഊട്ടി ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇവിടെ അടുത്താണല്ലോ വീട്. എവിടെ? ഇവിടെ നിലമ്പൂര്. രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം. വൺ ഡേ ടൂറാ. ഞങ്ങള് ഇത് കണ്ടപ്പോഴേ ഞങ്ങളിവിടെ നിർത്തിയാണ്. മക്കളോട് ഒന്നും പറയൂ, എവിടുന്ന് കാണാൻ നിർത്തണം, അത് കാണാനും. ശരി ഞങ്ങൾ ആ കുടിച്ചില്ല, കുടിക്കാൻ വേണ്ടി നിർത്തിയാ. ശരി. അപ്പൊ അതെ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ചേട്ടായി വണ്ടി ഓടിക്കാൻ കയറി. സാധാരണ മൊത്തം തന്നെയാണ് ഈ ട്രിപ്പിലെല്ലാം വണ്ടി ഓടിക്കുന്നത് അല്ലേ? അല്ല, രാജേഷ് ഉണ്ട്. രാജേഷ് രണ്ടുപേരുടെ മാറി മാറി അതെ അതെ. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളൊക്കെ, നല്ല രസമല്ലേ? കണ്ടോ തേയിലത്തോട്ടം? കണ്ടോ? ഇനിയിപ്പോ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങൾ കാണാം. മാമ്പഴോ അവക്കാടോ ഒക്കെ ഇരിക്കുന്നു. ഇത് ആലല്ലേ, വേറെ രണ്ട് ചെടിയാന്ന് തോന്നുന്നു. ആലല്ല, അതേ നിറച്ച് പൂക്കളുണ്ടല്ലോ മേളിലൊക്കെ. സോറി, മരം 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 മരം. ഇത്രയും വലിയ മരം കണ്ടിട്ടല്ലേ? അത് മരമായിരുന്നു. എല്ലാരും ഊട്ടി ഇറങ്ങാൻ പോകാൻ തോന്നുന്നു. ഈ വണ്ടികളെല്ലാം, ഈ കിടക്കുന്ന വണ്ടികളെല്ലാം മൈസൂരിൽ നിന്ന് ലോഡുമായിട്ട് കേരളത്തിലേക്ക് വരുന്ന വണ്ടികളാണ്. കോഴിപ്പാറ, ഈ സ്ഥലപ്പേരെ കോഴിപ്പാറ. നമ്മളപ്പോ നീലഗിരി ഡിസ്ട്രിക്റ്റിലല്ലേ ഇപ്പൊ? അതെ, കൊഞ്ചം ഡീസൽ അടിച്ചിട്ട് പോവാല്ലേ? ആ, ഇവിടെ ഡീസലിന് 101 രൂപ 56 പൈസ. കേരളത്തെക്കാട്ടി ചെറിയ വിലക്കുറവ്. പമ്പ് ശകലം വീതി കുറവാണ്, അതുകൊണ്ട് വലിയ വണ്ടി തിരിയാൻ ഇച്ചിരി പാടാണ്. ഇവിടെ മൊത്തം മലയാളികളാണ്. തമിഴ്നാടാണേലും മലയാളികളാണ് കൂടുതലും. ഇതേ ലെഫ്റ്റിലേക്ക് പോയാൽ 1-ാം മൈല്. ഗൂഡല്ലൂർ 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഇതാണ് ഗൂഡല്ലൂർ. ഇവിടെ ഒരു ഗൂഡല്ലൂരുണ്ട്. മറ്റേ നമ്മള് കമ്പത്തു അതുവഴി പോകുമ്പോഴൊരു അവിടെ ഒരു ഗൂഡല്ലൂരുണ്ട്. അത് കൂടല്ലൂർ, ഇത് ഗൂഡല്ലൂര്. പിന്നെ ഏറ്റുമാനൂരിനടുത്തൊരു ഗൂഡല്ലൂരുണ്ട്. ആ ശരിയാ. ഇവിടെ പിന്നെ കുറെ ജീപ്പുകളുണ്ട്, ഓട്ടോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് ഊട്ടിക്ക് പോകണ്ടേ. നമുക്ക് അപ്പുറം വരെ പോയിട്ട് വരാം. ലെഫ്റ്റിലേക്ക് പോട്ടെ, മൈസൂർ ഊട്ടി. ഇതുണ്ട്, ഇവിടുന്ന് ഊട്ടി 50 കിലോമീറ്റർ റൈറ്റിലേക്ക്. നമുക്ക് ലെഫ്റ്റിലോട്ട് പോട്ടെ. മൈസൂർ 110 കിലോമീറ്റർ. മൈസൂർ 50 കിലോമീറ്ററേ ഉള്ളൂ അല്ലേ? 50 കിലോമീറ്റർ ഉള്ളൂ ലെഫ്റ്റിലേക്ക്, അല്ല റൈറ്റിലേക്ക് ഊട്ടിക്ക്. ഇവിടെ എപ്പോഴും തിരക്കാ ടൗണില്. ചെറിയ ഇടുങ്ങിയ ടൗൺ അല്ലേ? സിക്കിമിലോട്ടൊക്കെ പോയി വെച്ച് നോക്കുമ്പോ ഇത് അത്യാവശ്യം വലിയ ടൗണാണ്. അത് വെച്ച് നോക്കുമ്പം വഴി കുഴപ്പമില്ല. ഇടുങ്ങിയ വഴികളൊന്നും അല്ല. ഇടുങ്ങിയ വഴി ഇപ്പൊ മലയോര പ്രദേശങ്ങളിൽ ഇടുങ്ങിയ ടൗണാന്ന് പറയുന്നത് നമ്മള് സിക്കിം ഒക്കെ പോയി വേണം കാണാൻ. അതെ, അത് ഡാർജിലിംഗ് ഒക്കെ. ഡാർജിലിംഗ് ഒക്കെ നല്ല ഇടുങ്ങിയ വഴിയാ. കലിമ്പോങ് ഒക്കെ നല്ല വഴിയല്ലായിരുന്നോ? കുഞ്ഞു വഴി, കയറ്റവും നല്ല വളവും തിരിവും. അവിടെ അല്ലേ മറ്റേ 1 വേ തെറ്റിച്ച് പോലീസുകാരൻ തന്നെ നമ്മളാ കയറ്റി വിട്ട. ഇവിടെ കണ്ടോ ഇഷ്ടം പോലെ, പണ്ട് ഹൈറേഞ്ചിൽ ഇടുക്കിയിൽ പോകുന്ന പോലെ ഇഷ്ടംപോലെ ജീപ്പുകളാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് മൈസൂർ റൂട്ട്. നമുക്ക് ഈ ബത്തേരി റൂട്ട് പോവാം. സുൽത്താൻ ബത്തേരി 44 കിലോമീറ്റർ ഉള്ളൂ. ദേവർഷോളൈ 10 കിലോമീറ്റർ, പട്ടവേൽ 28 കിലോമീറ്റർ, കണ്ണൂർ 175 കിലോമീറ്റർ. എന്തോരം ഓട്ടോയാന്ന് നോക്കിയല്ലേ? ഇഷ്ടം പോലെ ഓട്ടോ. നല്ല കളർഫുൾ ആയിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് ബസ് കണ്ടോ? സേക്രഡ് ഹാർട്ട് ചർച്ച് അരുൾ നിലയം ഗൂഡല്ലൂർ. ഞാൻ ഓർത്തേ, നമ്മള് വീട്ടിൽ നിന്ന് പോന്നപ്പോ ഞാൻ ഓർത്ത് ഭയങ്കര മഴയായിരിക്കും ഓർത്തെ. പക്ഷെ 2 ദിവസമായിട്ട് മഴ കുറവല്ലേ? അല്ല, നല്ല മഴയായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മഴയില്ലായിരുന്നോ? പാഞ്ചാലിമേടൊക്കെ ചെന്ന. അതെ, തിരിച്ചു വന്നപ്പോ മഴ, ലാസ്റ്റ് ദിവസം മഴ ഇല്ലായിരുന്നല്ലോ. പക്ഷെ മഴ ഉണ്ടല്ലേ ഉള്ളു, ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ വേണം, നല്ല നല്ല കോടമഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ. മഞ്ഞ് ഊട്ടിയിലേക്ക് ചെന്നാൽ കാണും, മഞ്ഞ തണുപ്പുമായിരിക്കും.
ഇവിടെ നിന്ന് മല കയറി വേണം പോവാൻ. ആ ദേ ഇവിടെ നല്ല കാപ്പിത്തോട്ടം. ഓ കാപ്പി പൂക്കുന്ന സമയത്തൊന്ന് വരണം. കാശ്മീര് പോകാനായിരുന്നു ആദ്യം. കാശ്മീര് പോയപ്പം ആദ്യം പോയ ആപ്പിൾ സീസൺ കഴിഞ്ഞാ പോയത്. അന്നേരം ഇനി ആപ്പിള് ഉണ്ടായി നിൽക്കുന്നത് കാണണം. അന്നേരം മഞ്ഞ് കണ്ടില്ലേ? ആ അപ്പൊ പിന്നെ ആപ്പിള് കായ്ക്കുന്ന സമയത്ത് പോയി, പിന്നെ അത് വിളവെടുക്കുന്ന സമയത്ത് പോയി. അതെ, പിന്നെ നമ്മള് കുങ്കുമപ്പൂവിന്റെ സമയത്ത് പോയി. കുങ്കുമപ്പൂ പൂക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു. അതാ ഒരു മാസം കണ്ടേ ഉള്ളു ആ സമയത്ത്. ഇനിയുണ്ട് തുലിപ്സിന്റെ ആ സമയത്തൊന്ന് പോണേ, ഏപ്രില്. കാശ്മീര് പോണായിരുന്നോ? അപ്പൊ കാശ്മീരിൽ ഒരു സീസണിൽ പോയാൽ പോരാ, ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കാണാൻ പറ്റില്ല. ഓരോ സീസണിലും ഓരോ കാഴ്ചകളാണ്. അത് ശരിയാണ്. ഈ മഴക്കാലത്തൊന്ന് പോണം. ശരിക്കും പറഞ്ഞാൽ ഈ സമയം കറക്റ്റാ. ഇപ്പൊ ഒന്ന് പോണം. നമുക്ക് ലോറിയും കൊണ്ട് പോയേക്കാം. അല്ലെങ്കിൽ ഈ സമയത്ത് ഇതുവരെ ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല. എപ്പോഴും പോകുന്നത് ഈ മഞ്ഞ് തീരുന്ന ടൈമിലാണ്. ഇപ്പൊ പക്ഷെ മഞ്ഞുള്ള സമയമല്ല, മഞ്ഞില്ലാത്ത സമയമാണ്. മഞ്ഞില്ല, പക്ഷെ ഇപ്പൊ പച്ചപ്പ് കൂടുതലായിരിക്കും, പൂക്കളൊക്കെ ഉണ്ടാവും. ആ ശരിയായിരിക്കും. ഇപ്പോഴേ ആപ്പിൾ തോട്ടങ്ങളൊക്കെ പൂത്ത് കായ്ക്കാൻ തുടങ്ങുന്ന സമയമാണ്. ചുമ്മാ കാണാൻ വേണ്ടി വന്നുള്ളൂ. ആ ഇല്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ആ എവിടെ? ഓ അത് ശരി. എവിടെ? നാടെവിടെ? റാന്നിയിലല്ലേ? ആ ഞങ്ങളെ എരുമേലിയാ. അതെ. ആ താമസം ഇവിടാണോ അന്നേരം? അതോ? ആ ശരി, തേയില അല്ലേ? ഞങ്ങള് ചുമ്മാ ഇതിലൊന്ന് കാണാനായിട്ട് കയറി വന്നു. വൈഫ് വന്നിട്ടില്ല. വൈഫ് ഭയങ്കര ഇഷ്ടം. പള്ളി പോയി, ചർച്ചിൽ പോയതാ. ചർച്ചിൽ പോയിട്ട് വരുമ്പോ ഇങ്ങനെ അന്വേഷണം പറഞ്ഞേ. ഓ ഷുവറായിട്ടും. അപ്പോഴേ അമ്മയ്ക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ തേയിലക്കകത്തെ ഒരു വീട്ടിൽ പോണോന്നല്ല, താമസിക്കണമെന്നാ. അല്ല, ഒരു ചെറിയ കുന്ന്, ചുറ്റിനും തേയിലത്തോട്ടം, നിറയെ മരങ്ങള്. അതെ, അതങ്ങനെ. എന്നിട്ട് നടുക്കൊരു ചെറിയ വീട്. അന്നേരം നമ്മുടെ നാട്ടുകാരനായ ചേട്ടനെ കണ്ടേ, റാന്നിക്കാരനെ. അപ്പം അവിടെ കയറാന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് പോയിട്ടില്ല. ഇതുണ്ടോ ചെറിയൊരു മുട്ടക്കുന്ന്, അവിടെ അതിന് നടുക്കൊരു വീട്, ചുറ്റും തേയിലത്തോട്ടം. ഇതുപോലെ കുളന്ന് ഉള്ളറായി നിൽക്കാനുള്ള ഇത്. ആ ഇതാണ് ആ സങ്കല്പത്തിലെ വീട്. ഇതുപോലുള്ള ഇതുപോലാണ്. ഇത്തിരി കൂടെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, കുറച്ചുകൂടെ ഒക്കെ. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? സണ്ണി. ചേച്ചിയുടെ പേര്? ഷീല. ഇവർ രണ്ടുപേരും ഉള്ളു ഇവിടെ. ഒരു മോളുണ്ട്, മോള് ദുബായില്. രണ്ടുപേരും ഇവിടെ തന്നെ. ഇവിടെ നല്ല പിന്നെ ക്ലൈമറ്റും ഒക്കെ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. വരുമ്പോൾ അതിലേക്ക് വാ, വീട്ടിൽ കൂടെ ഒക്കെ വാ. നമ്മൾ വന്ന വഴിക്ക് കടയിലിരിക്കുന്നുണ്ടല്ലേ അവക്കാടോ. ഇതാ ഈ മരം കണ്ടോ, ഇതേ കുറച്ചേ ഉള്ളൂ. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം, ആനയുടെ ശല്യവും പുലിയുടെ ശല്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായാൽ പഴുക്കാറാകുന്നതിന് ഇപ്പം അവർ കുറച്ച് കൊണ്ടുപോകും. വീഡിയോ ഒക്കെ ഒത്തിരി കാണാറുണ്ട്. അരവിന്ദാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഞാൻ കമന്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എനിക്ക് ട്രാവലിംഗ് വളരെ ഇഷ്ടമുള്ള കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ഥലത്ത് പോയി നമ്മൾ ആ സ്ഥലം കണ്ട പോലെ ഉണ്ട്. ഭയങ്കര ആഗ്രഹം നിങ്ങൾ കാണണം എന്നൊക്കെ. ഞാൻ ചുരത്തിലൊക്കെ വരുമ്പോൾ മിക്കവാറും വണ്ടിയൊക്കെ നോക്കാറുണ്ട്. ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വണ്ടിയാണല്ലോ എന്ന് രീതി. അടുത്ത വീട് ഇവിടെ നിന്ന് എനിക്കൊരു 4-5 കിലോമീറ്റർ പോകണം. ഇങ്ങനെ പോവാം. ഞങ്ങൾ അപ്പുറം വരെ ഉള്ളൂ. അപ്പുറം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകാൻ വേണമെങ്കിൽ പോയിട്ട് നമുക്ക് അല്ല തിരിച്ചു പോകണം, ഊട്ടിക്ക് പോകാനാ. അപ്പൊ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഏറെക്കുറെ ആ ദൂരം കുറച്ച് കൂടുതൽ. എവിടെ? നാടെവിടെ? ഞങ്ങള് ഇവിടത്തെ തന്നെ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് അച്ഛന്റെ വീട്, അച്ഛന്റെ അമ്മയുടെ. നമ്മൾ ഇവിടെ തന്നെ ജനിച്ചു. അച്ഛൻ പറഞ്ഞാൽ ഇവിടുത്തെ പ്രൊഡക്റ്റ് നീലഗിരിക്കാരനാണ്. ഇവിടെ എല്ലാവേ കാണാൻ നല്ല രസമല്ലേ? നിറയെ തേയിലത്തോട്ടങ്ങളായതുകൊണ്ടേ. ഏലകൃഷി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഏലം ഉണ്ടെന്ന് പറഞ്ഞു. ഏലം കൊടിക്കെല്ലാം പക്ഷെ കേടാന്ന് പറഞ്ഞു. പണ്ട് കൂട്ടാട്ടിലൊക്കെ എന്തോരെ പിന്നെ കൊടി ഉണ്ടായിരുന്നു. പണ്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ഇപ്പൊ ഒട്ടുമില്ല. ഇവിടെ തേയിലയും ഏലവും കൊടിയും കാപ്പിയും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പോകുന്ന ഏത് സ്ഥലത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്? ഇപ്പൊ കൊട്ടമൂഞ്ചിയോ? കൊട്ടമൂഞ്ചി അല്ല, കുട്ടിമൂച്ചി. കുട്ടിമൂച്ചി സാമ്യമുണ്ടല്ലോ പറഞ്ഞു. ഈ സ്ഥലത്തിന് പുതിയ പേരിട്ടു. നമ്മളെ ഇന്നലെ രാത്രി 11:30 ആയപ്പോ വീട്ടിൽ നിന്ന് പോന്ന. വെളുപ്പിന് ഒരു 6:30 ആയപ്പോഴത്തേനും നമ്മള് നാടുകാണി ചുരത്തിലെത്തി. പിന്നെ വണ്ടിയൊക്കെ അവിടെ നിന്ന് ഒതുക്കി ഫ്രഷ് ആയി പോന്നു. ഇതാ ചൊരക്കയല്ല, ചൗച്ചോ. നമ്മൾ മേഘാലയയിലൊക്കെ ചെന്നപ്പോ കണ്ടില്ലേ? ചവച്ചോന്നല്ല, ചൗച്ചോ. ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തിയേക്കുന്നു. അപ്പോൾ നമ്മൾ കുറ്റിമൂച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. വ്യൂ എന്ന് പറഞ്ഞാൽ മുഴുവൻ പുൽമേട. വാഗമണ്ണൊക്കെ പോലെ തന്നെ. താഴേന്ന്
ഈ വണ്ടികളെ ഇങ്ങോട്ട് കയറി വന്നത് ജീപ്പേൽ? വാഗമണിൻ്റെ അത്രയൊന്നും ഇല്ല. വാഗമണിൻ്റെ അത്രയില്ല, ചെറിയൊരു മുട്ടക്കുന്ന് അത്രേ ഉള്ളൂ. ഇതല്ല ഇങ്ങോട്ട് നോക്കി, ഈ സൈഡൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നല്ല കാറ്റും. നമ്മളെ താഴെക്കൂടെ വരുമ്പോൾ ഓർക്കും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നല്ലേ. ഈ പുൽമേട്ടിൽ ഇഷ്ടംപോലെ ചെതൽപ്പുറ്റുകളുണ്ട്. നമ്മളവിടെ ഛത്തീസ്ഗഡിൽ കണ്ട അത്രയും വരികയല്ലോ കേട്ടോ, അത് ഭയങ്കര പൊക്കമുള്ള ചെതൽപ്പുറ്റില്ലായിരുന്നു. ഇത് പോയതായിരിക്കും, പൊക്കം കുറഞ്ഞായിരിക്കും. വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ ഇതുവഴി ഒന്ന് വരണം, ചാലീനും കൊണ്ടല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുവയ്ക്കുക, അതെ ഓർത്തോണം. ഇതെന്നാ ചുറ്റും മലനിരകളാണ് നോക്കി, അവിടെ എല്ലാം മലനിരകൾ അങ്ങോട്ടൊക്കെ. അവിടെ എല്ലാം ഇഷ്ടംപോലെ കമുകുണ്ട്. കമുകിൻ തോപ്പ്. അപ്പോൾ നമ്മൾ കുറ്റിമുച്ചിയിലെ പുൽമേടുകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. നല്ല രസമാണ്, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്, നല്ല കാറ്റും തണുപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ചെറിയ മഴയൊക്കെ ചാറാൻ തുടങ്ങിയോണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ കളഞ്ഞില്ല, ഇറങ്ങിപ്പോന്നു. ഈ വണ്ടി കയറ്റി മുകളിലിടാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാം. അതെ, പക്ഷെ ആനയൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഇതിലേക്ക് വരുന്ന സ്ഥിരം ഇറങ്ങുന്ന റൂട്ടാണ് ഇതൊക്കെ. നമ്മളത് ഇവിടുത്തെ നാട്ടിൻ പുറങ്ങളിലൂടെയാണ് പോകുന്നോണ്ടോ. ഇതെല്ലാം കവുന്തോപ്പാ, ചെറിയ വഴിയാണ്. അല്ലാതെ വാഴക്കൊല വെട്ടിക്കൊണ്ട് വരുന്നതാണ്. വാഴക്കൊല്ലയിലൂടെ പിക്കപ്പേൽ കേരളത്തിലേക്കാണെന്ന് തോന്നില്ല, കേരള വണ്ടിയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടേ പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നൊരു ഫീല് തോന്നുന്നില്ലല്ലോ. കേരളം പോലെ തന്നെ അല്ലേ? ഇതിപ്പോൾ നമ്മളെ മേഘാലയ ചെന്ന പോലല്ലേ. മേഘാലയയിലും കേരളത്തിലെയൊക്കെ പോലെ തന്നെ. നമ്മൾ മുമ്പേ ഓർത്തേ ഇവിടെ കാപ്പിയും കുരുമുളകും ഏലവും തേയിലയൊക്കെ ഉള്ളെന്നാ ഓർത്തേ. ഇതുണ്ടോ കമുകും തോപ്പ് ഉണ്ടോ? കമുകും വാഴയൊക്കെ ഉണ്ട്, എല്ലാ കൃഷിയുണ്ട്. നമ്മൾ വന്ന വഴിയല്ല, ഇങ്ങനെ കറങ്ങി മൈസൂർ റോഡിലേക്ക് ചെന്ന് ഇറങ്ങും. വായിച്ചേ കൂടല്ലൂര് 5, തെപ്പക്കാട് 18, മൺവയൽ 1 കിലോമീറ്റർ, കാത്തലിക് ചർച്ച്. നല്ല കയറ്റമാണല്ലോ. ഇവിടെ അതിനകത്ത് കാപ്പിയും കൂടെ വെച്ചിട്ടുണ്ട്, തേയിലയും കമുകും കാപ്പി. കൊടിയും കാണും. കൊടി ഉണ്ടാവും ഇവിടെ. ഏലത്തോട്ടം ഉണ്ട് കേട്ടോ. ഏലം, കൊടി, കാപ്പി, കുരുമുളക്, വാഴ എല്ലാം ഒരുമിച്ചാ. കമുക്, കമുകും. അതിന്റെ ഇടയ്ക്ക് പ്ലാവുണ്ട്, ചക്കയുണ്ട്, പേരുണ്ട്, മാവുണ്ട്, നെല്ലി ഇതുണ്ടോ നെല്ലി. അത് ഇതൊരു ക്ഷേത്രമാണ്, പഴയ ഒരു ക്ഷേത്രമാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നമ്മുടെ അവിടുത്തെ സ്റ്റൈൽ അമ്പലം പോലെ. അതെ, തമിഴ്നാട്ടിലെ ഒരു അമ്പലമാണെന്ന് തോന്നത്തില്ല, ഇവിടുത്തെ സ്റ്റൈലുണ്ട്. ഇവിടെ മലയാളികളല്ലേ കൂടുതൽ, അതുകൊണ്ടായിരിക്കാം. ആ കാണുന്ന മലമുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇടുക്കി സ്റ്റൈൽ വേലികളല്ലേ. പഞ്ചായത്ത് യൂണിയൻ മിഡിൽ സ്കൂൾ, അത്തിപ്പള്ളി, ഗൂഡല്ലൂർ. അപ്പൊ നമ്മൾ അതിലേക്ക് പോയിട്ട് കറങ്ങി വന്നു. ഊട്ടി 52 കിലോമീറ്റർ. ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാ. ബൈക്കിലേക്ക് നോക്കി. അവിടെ കറക്റ്റ് ഇടയുള്ളായിരുന്നു, അതിലേ കയറി അതൊക്കെയാണ്. ഇവിടെ ഒരു പാർക്കിംഗ് കൊണ്ട് നമ്മൾ വണ്ടി ഒതുക്കി. ഇപ്പൊ എന്തായാലും കഴിച്ചിട്ടൊക്കെ പോവാം. ഇപ്പോഴാണ് അവസരം കിട്ടിയത്. എൻ്റെ പേര് ഷാജി. ഇവിടെ തന്നെ വീടൊക്കെ? ഇവിടുത്തെ. അപ്പൊ ഇന്നാള് വന്നപ്പോഴും കാണാൻ പറ്റിയില്ല. രാജേഷിനെയൊക്കെ കണ്ടായിരുന്നു. ഉണ്ണിയേട്ടനുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ മോളെ 2 പേരും ഉണ്ട്. ശരി, 2 പേരുണ്ട്. അപ്പൊ നമ്മള് ഊണ് കഴിക്കാനായിട്ട് കയറിയതാണ്. ഞാനൊരു മീല് പറഞ്ഞു, ചോറ് പറഞ്ഞു, ബാക്കി എല്ലാവരും ബിരിയാണിയും പറഞ്ഞു. നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിരുന്ന ഒരാളത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹലോ, വെൽക്കം, നമസ്തേ, വണക്കം. അപ്പോഴേ ഞങ്ങള് ഒരു ബിരിയാണി മേടിച്ച് പപ്പാതിയാക്കി. 2 ബിരിയാണി മേടിച്ച് 4 ആക്കി. അതെ, റൈസ് കുറവാണെന്ന് തോന്നുന്നല്ലോ ബിരിയാണിക്കകത്ത്. കുറച്ച് റൈസ് കൂടെ മേടിക്കേണ്ടി വരും. അതെ, ചേട്ടൻ നമ്മുടെ ഫാമിലി മെമ്പറാണ്. പേര് പ്രേം അല്ലേ? മസനഗുഡിയില്ല താമസിക്കുന്നത്. മസനഗുഡി വഴി ഊട്ടിക്കൊന്ന് പോകണമെന്ന് നമ്മൾ പറയുന്നു. പോയിട്ടുണ്ടല്ലേ? പണ്ട് പോയിട്ടുണ്ട്, ഇപ്പം വെളിയിൽ നിന്നുള്ള വണ്ടികൾ വിടുന്നില്ല. നമുക്ക് അമ്മയെ കൂടെ കണ്ടിട്ട് പോവാം. ഇത് എണീക്കണ്ട, അവിടെ ഇരുന്നോ. സുഖമായിട്ടിരിക്കുന്നു. நம்ம எப்பொழுது பார்ப்போம். அம்மாவுக்கு போர் அடிச்சா இது போட ரொம்ப நல்லா. நீங்க எல்லாரும் ஓட்டுறதே ரொம்ப சந்தோஷம் எனக்கு. வாங்க வீட்டுக்கு வர ஒரு தவணை வர.
അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് വരുന്നുണ്ട്. ബാബാ. അപ്പോൾ ഇത് സാമിൻ്റെ പെങ്ങളും അമ്മയും ഇത് കരോളിൻ. അതെ, കരോളിൻ. അതെ, രണ്ടുപേര് ഇത് സാമിന്. എത്ര പേര്? നിങ്ങൾ 6 പേരല്ലേ? 6 പേര്. ഒരു ചേച്ചി വെളിയിൽ, പിന്നെ രണ്ടാമത്തെ ആള്. 4 പേര്. അനിയനൊരാളും അല്ലേ? അമ്മച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? ഫിലോമിന. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേരൊക്കെ ഉണ്ട്. എല്ലാരെയും ഒന്നും കാണാൻ പറ്റിയില്ല. അതെ, എല്ലാരെയും കാണാൻ പറ്റിയില്ല. ഒന്നാമത് വണ്ടി ഒരിടത്ത് നിർത്താൻ പറ്റുന്നില്ല, നിർത്താൻ സൗകര്യമില്ല. വഴിയിൽ നിന്ന് എല്ലാവരും ഒക്കെ കൈയൊക്കെ കാണിച്ച് അങ്ങനെ പോയി. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഊട്ടിയിലോട്ടൊന്നാ പോയേക്കാം. ഇവിടെ ഇനി അതിലേക്ക് ഇറങ്ങി വേണം വരാൻ. ഈ സമയമായപ്പോഴത്തേനും തിരക്കായി. സമയമായില്ലേ? നല്ല തിരക്കാ. ഇവിടെ എപ്പോ വന്നാലും തിരക്കുള്ള ഒരു സ്ഥലം അല്ലേ? ഈ ഗൂഡല്ലൂരിന് ബൈപ്പാസ് വേണം അർജന്റായിട്ട്. ടൗണിൽ കൂടെ തന്നെ. ശരിയാ, സത്യം. ഇവിടെ ഒരു ബൈപ്പാസ് അത്യാവശ്യമാണ്. ഇതുണ്ട്, ഈ സൈഡിൽ കൂടെ നോക്കി എന്ത് ബൈക്ക് ഇരിക്കുന്നുണ്ടോ. ബൈക്ക് മാത്രം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. ഒരു സൈഡ് മൊത്തം ബ്ലോക്കല്ലേ അവിടെ. അതാ അവിടുത്തെ ആ റൗണ്ടില്ലേ, നമ്മളിപ്പോ കറങ്ങി വന്നില്ലേ, ആ റൗണ്ടിലെ തിരക്കാ. അപ്പൊ നമ്മളെ നാട്ടിലേക്ക് പോകണം, ഇവിടുന്ന് റൈറ്റിലേക്ക് പോകണം. നമ്മൾ നേരെ ഊട്ടിയിലേക്ക് പോവാം. ഊട്ടി എന്ന ഉദകമണ്ഡലം. അതെ, ഉദകമണ്ഡലത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടുന്ന് നമ്മള് മല കയറുക. ഊട്ടി 49 കിലോമീറ്റർ. ആ റോഡ് നേരെ എല്ലമല പോകുന്നതായിരുന്നു, 26 കിലോമീറ്റർ കണ്ട്. എല്ലമലയും നല്ലൊരു സ്ഥലമാണ്. അത് നമുക്ക് സ്റ്റാലിനും കൊണ്ട് വന്നിട്ട് അതിലേ പോവാം. ഇപ്പൊ എല്ലാം സ്റ്റാലിനിലേക്കാട്ടോ. അതെന്താന്നറിയോ? അല്ല, ഓഫ് റോഡ്. അത് തന്നെ. ഈ വണ്ടി കൊണ്ട് എല്ലാ വഴിക്കും പോകത്തില്ല, അതുകൊണ്ടാ. അമ്പലം നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ നിന്ന് കുഞ്ഞു വഴിയാണോ? ഇവിടെ നിന്ന് ഇച്ചിരി വീതി കുറവാണ്. ചെറിയ വണ്ടിക്ക് തന്നെ 2 എണ്ണത്തിന് പോകാൻ വീതി കുറവാണല്ലോ. ഇവിടെ മാത്രമേ ഉള്ളൂ, ശാലോടെ ഉള്ളെന്ന് തോന്നുന്നു. അങ്ങോട്ട് നോക്കിയാൽ നീണ്ട നിര. ഇതിന്റെ ഡ്രൈവറാ ജാഥ നയിക്കുന്നേ. അതെ. ഇവിടെ നമ്മളും. ഇനി എന്നാന്നറിയോ, ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വണ്ടികളായിരിക്കും മൊത്തം. വൈകുന്നേരം ആയപ്പോ ഊട്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളാണ്. ആ പുറകിൽ നിന്ന് കയറി വന്ന വണ്ടി ഈ ബസ്സിന്റെ മുന്നേ നിൽക്കുക. അതാ അവര് റിവേഴ്സ് എടുത്ത. അതാ ഈ വണ്ടി ഇവിടെ നിൽക്കുന്നേ, പോവാത്തെ. ഈ ഇടയില്ലാത്തടത്തോട്ട് എങ്ങനെയാ പോകുന്നത്? വണ്ടി ഇതിവിടെ നിൽക്കുക വണ്ടി, എന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ കല്ലുണ്ട്. അതെ, നമ്മളെ വണ്ടി കയറാൻ അല്ല പോകത്തില്ലെന്നാലും നമ്മൾ ഒതുക്കിയാണ് തെറ്റ്. അന്നേരം വലത്തൂടെ പറന്നങ്ങ് കയറി അങ്ങ് പോയി. അതേപോലെ പുറകോട്ട് ഇറങ്ങിപ്പോയി, ഇറക്കി വിട്ടു. അതിനെന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞ അവിടെ എന്നിട്ട് എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പിന്നെ കുറ്റം മൊത്തം നമ്മുടെ. അങ്ങോട്ട് ഒറ്റ കാറുകാരൻ ആ ബസ് മര്യാദക്ക് ഇറങ്ങിപ്പോയത്. അന്നേരം കയറി വന്നാ ഇങ്ങോട്ട് ഇനി നല്ലപോലെ വണ്ടി ഇറങ്ങി വരും വൈകുന്നേരം ആയതുകൊണ്ട്. അവിടെ കുറച്ച് സ്ഥലം വീതി ഇല്ലാഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങോട്ട് നല്ല വീതി കണ്ടോ. അവിടെ ആ 2 സൈഡും പഴയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ടോൾ ഉണ്ടേ. വെൽക്കം ടു നീൽഗിരീസ്. ടോൾ എൻട്രി ഫീസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഇ പാസ് എടുക്കണം. അപ്പൊ പൊന്നുപോയി ഇ പാസ് എടുത്തുണ്ടോ? അപ്പൊ പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവര് വണ്ടിക്കകത്ത് കയറി നോക്കും. എന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ മേടിച്ചു വെക്കും. ഇ പാസ് എടുത്തോ? ഇ പാസ് എടുത്തു. ഇ പാസ് എടുക്കുന്ന സിമ്പിളാ. നമ്മള് തമിഴ്നാട് ഇ പാസ് പോർട്ടലിൽ കയറുക. അതിന് ഇൻസൈഡ് ഇന്ത്യ ആണോ ഔട്ട്സൈഡ് ഇന്ത്യ ആണോ എടുക്കുക? അപ്പൊ ഇൻസൈഡ് ഇന്ത്യ എടുക്കുക. അതിന്റെ അകത്ത് നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഫോൺ നമ്പരും OTP ഇതൊക്കെ തന്നെ. വണ്ടി നമ്പറും വണ്ടിയുടെ ഡീറ്റെയിൽസും കൊടുക്കണം. എത്ര പേരുണ്ട്, പോകുന്നവരുടെ എണ്ണം, അത്രേ ഉള്ളൂ. എത്ര ദിവസത്തേക്കാണ് ഡേറ്റും അതുകൊണ്ട് അത്രേ ഉള്ളൂ. വേറെ ഒന്നും പൈസ ഉണ്ടോ? പൈസ ഒന്നുമില്ല. അത് എൻട്രി ഫീ. ടോള് അതല്ല, ഇ പാസിന് പൈസ ഇല്ല, ഫ്രീയാ. അപ്പൊ ഈ സ്റ്റേ ഇപ്പം ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും കിട്ടുമല്ലോ, കുഴപ്പമില്ലോ. അത് 2 ഓപ്ഷൻ ഉണ്ട്. സ്റ്റേ എന്താന്ന് നമ്മൾ കൊടുക്കണം. അപ്പൊ അതിന്റെ അകത്ത് ഓൺ ഹൗസ് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ റിസോർട്ട് അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോം സ്റ്റേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൺ ഹൗസ് എന്നുള്ള നമ്മളിപ്പം വണ്ടിയിൽ തന്നെയല്ലേ, അപ്പൊ ഓൺ കൊടുത്തു. ഇതേ നമ്മുടെ ഈ റൂട്ട് ഉണ്ട്. ഇത് നമ്മുടെ ശാന്തമ്പാറയൊക്കെ പോകുന്ന റൂട്ടില് ഉടുമ്പൻചോലന്ന് മൂന്നാർ കിടക്കുന്ന റൂട്ട് പോലെ. ഇങ്ങോട്ട് നിൽക്കാൻ മല കണ്ടോ, ആകാശം മുട്ട് നിൽക്കുന്നു. ആന്ധ്രയിൽ ഊട്ടിക്ക് വന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആട്ടോ. ഗുണ്ടൂര് വെൽക്കം. ഓക്കെ, ജലജ.
ഇവരെ ഗുണ്ടൂരുള്ള നമ്മള് ലോറിയിൽ എപ്പോഴും നമ്മളെപ്പോഴും ഗുണ്ടൂർ വഴിയല്ലേ പോകുന്നേ. അപ്പൊ ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സ്, ഇവര് തമിഴ്നാട്ടിലുള്ളവരാ, അവിടെ തമിഴ് പേശുന്നുണ്ട് പൊന്നുകുട്ടി അവരോട്. ஃபர்ஸ்ட் வந்து வருஷன்றவங்க கேரளா பொண்ணு தான் ரெஃபர் பண்ணாங்க. அதாவது நீங்க இந்த மாதிரி பண்றீங்கன்னு சொல்லிட்டு அண்ணனும் வந்து பிடிக்கும் அந்த பண்ணலாம். நீ இதை பண்ணணும், நானா சின்னதா ஆம்னி போட்டு அந்த மாதிரி பண்ணலாம் அப்படின்னு ஒரு இது இருந்துச்சு. கிடைக்கல, நாங்களும் ரெடி பண்ணி இதை நீங்க இந்த வண்டி சேஸ் எடுத்ததுல இருந்து போய் படத்துல இருந்து எதுக்கு இந்த சின்ன வண்டி எதுக்கு எடுக்கிறாங்க அப்படின் போது ரெடி பண்ணி அந்த ரிவ்யூ பண்ணும் போதெல்லாம் எக்ஸைட்மெண்டா இருந்துச்சு. வண்டி நல்லா இருந்துச்சு, பார்ப்போம் ஒரு நாள். எனக்கு ஆனா சான்ஸ் கிடைக்கும் எதிர்பார்க்கவே இல்லை. சடனா பார்த்தோன்னே சொல்றாங்க யாரானா குத்திட்டுன்னு சொல்லிட்டு ஒரு யூடியூப் பிளாகரு நான் பார்த்துட்டு இருக்கேன் அப்படின்னு நான் சொன்னோடனே எப்படி இவங்கலாம் போறாங்க வராங்க, இன்கம் எப்படின்னா லாரி இருக்கு, டிரான்ஸ்போர்ட் எல்லாம் போயிட்டு இருக்கு. அவங்களும் வண்டி ஓட்டிட்டு போயிட்டு வந்துருக்காங்க ட்ரிப் ஷீட் எடுக்க. இடையில கூட ஒரு வாட்டி ஒரு பாறைகிட்ட வண்டி நிப்பாட்டி நீங்க நடந்து மட்டும் போனீங்க. அது எந்த ஊருக்கு தெரியல, மேபி கர்நாடகாவா ஏதோ தெரியல. நீங்க லாரியில போகும்போது ஒரு இடத்த நிப்பாட்டிட்டு அந்த வியூ பாயிண்ட் இங்க இருக்கு பாருங்க சொல்லிட்டு மேல ஏறி போனீங்க. அது வரைக்கும் நல்லா ഇതേട്ടോ, ഇതേ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സംഭവം. അത് എടുത്ത് ഇറക്കി വെക്കാം കേട്ടോ, അഴിച്ചു വെക്കാവുന്നതാണ് ഹൈലക്സിൽ. നമ്മൾ വീണ്ടും ഡ്യൂട്ടി ചേഞ്ച് ചെയ്യുന്നു. ഞാനവിടെ നിർത്തിയേച്ച് വന്നപ്പോഴത്തേനും അടുത്ത ആൾ കയറിയിരുന്നു. വേറെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും വന്നിട്ടുണ്ട്. ഹലോ ഊട്ടി. ഊട്ടിക്കാണ്. എവിടെ വീട്? എവിടെ? മലപ്പുറം. എന്നാ പേരെന്നാ പിള്ളേർ? നെഹാൻ, ഇഷ. ഇഷ. ഇച്ചിരൂടെ നേരത്തെ പോരേണ്ടിയായിരുന്നു നമ്മള്. ഇപ്പഴേ നമ്മുടെ കൂടെ ഒരാളോടുണ്ട് കേട്ടോ, കരോളിനും കൂടെ ഉണ്ട് നമ്മുടെ കൂടെ. ഒരാളൂടെ കയറിയിട്ടുണ്ട്. സാം മുന്നേ പോയിട്ടുണ്ട് വണ്ടിയും കൊണ്ട്. ഹെയർ പിൻ ബെൻഡുകൾ കുറച്ചുണ്ട് ഈ വഴിക്ക്. ഇപ്പഴേ നമ്മള് ഗൂഡല്ലൂരിന്ന് മലകളൊക്കെ കയറി ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. താഴെ കാണുന്ന ടൗൺ ഗൂഡല്ലൂരാ. നമ്മൾ അവിടെ നിന്ന് ഇതേ ഇത്രയും കയറി വന്നു മുകളിൽ. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. സമയം 6:06. ഇത് യൂക്കാലിയാണോ അല്ലേ? യൂക്കാലി തോട്ടം ഇതെല്ലാം. പ്ലാന്റേഷൻ, യൂക്കാലി പ്ലാന്റേഷൻ ആണ്. അതല്ലേ അടിപൊളിയല്ലേ? നല്ല രസം കേട്ടോ. അയ്യോ, നേരത്തെ വരേണ്ടിയായിരുന്നു. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. പക്ഷെ അത് താമസിച്ചു പോയി. 5 മണി വരെ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ കയറാൻ പറ്റിയില്ല. 1967 വിൽസൺ യൂക്കാലി പ്ലാന്റേഷൻ തുടങ്ങുന്നത്. 1850-കളിൽ ബ്രിട്ടീഷുകാരാണ് യൂക്കാലി പ്ലാന്റേഷൻ തുടങ്ങുന്നത്. ഈ യൂക്കാലി മരങ്ങൾ മണ്ണിലെ വെള്ളം ഒരുപാട് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളക്ഷാമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് യൂക്കാലി മരങ്ങൾ അധികം വെച്ച് പിടിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതുപോലെ യൂക്കാലി മരങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇത് ഇവിടുത്തെ ഷോളവനങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ യൂക്കാലി നിൽക്കുന്നിടത്ത് വെള്ളം എവിടെ ഉണ്ടെങ്കിലും ഇതിന്റെ വേര് പോയി വലിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ ഒന്നും യൂക്കാലി മരം ഒട്ടും വയ്ക്കുന്നില്ല. ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അത് മഴനിഴൽ പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒട്ടും ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവിടെ വയ്ക്കാൻ പറ്റില്ല. ഇത് ഈ ഗ്രൗണ്ട് വാട്ടറിനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂക്കാലി ഒന്നും പുതിയതായിട്ട് ആരും വെക്കുന്നില്ല. ചില ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളതൊക്കെ കാണും. ഇനിയിപ്പോൾ പുതിയതായിട്ട് ഇവിടെ വരികയില്ലായിരിക്കും ഇനിയിപ്പോൾ. അതൊക്കെ വീണ്ടും നമ്മൾ ഉയരങ്ങളിലേക്ക് കയറി പോവാ. നമ്മളിപ്പോ എന്തോരം ഉയരത്തിലെത്തി അല്ലേ? അവിടെയൊക്കെ നടന്നു പോകാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, വ്യൂ പോയിന്റുകളുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴേ തണുപ്പൊക്കെ ആവാൻ തുടങ്ങിയില്ലേ? തണുപ്പായി എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക, ഹൈറ്റിൽ മലയിൽ കയറി വന്നു. നമ്മളിപ്പോ ഒരു 16,000 അടി ഉയരത്തിലെത്തിക്കാണും. ഈ സ്ഥലപ്പേരാണ് നടുവട്ടം. ഗൂഡല്ലൂരിനും ഊട്ടിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ്. നടുക്കുള്ള സ്ഥലം അതാണ് നടുവട്ടം. നടുവട്ടം പ്രൈമറി ഹെൽത്ത് സെന്റർ. വലിയ വലിയ വളവുകളൊക്കെ തീർന്നു കേട്ടോ. ഈ കൊച്ചു കൊച്ചു വളവുകളൊക്കെ ഉള്ളു. നമ്മുടെ പുറകിൽ ഒത്തിരി വണ്ടികളുണ്ട്. ജാഥ നയിച്ചോണ്ട് പോവാണ്. എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാരെയും കയറ്റി വിടണം. ഒന്ന് ഒതുക്കി കൊടുക്കാൻ തുറക്കാൻ നേരത്തിന് അടുത്ത വളവ് വരും അല്ലേ? അത് തന്നെയല്ലോ, ഓപ്പോസിറ്റ് വണ്ടി വന്നോണ്ടിരിക്കല്ലേ, ഇറങ്ങി വന്നോണ്ടിരിക്കല്ലേ ഇഷ്ടം പോലെ വണ്ടി. മലയൊക്കെ കയറി നമ്മളൊരു മോളിലെത്തി, ലെവൽ സ്ഥലത്തെത്തി.
ഇതാണ് TR ബസാർ മലയൊക്കെ കയറി മുകളിലെത്തിയപ്പോഴത്തേക്കും നല്ല തണുപ്പായി. എന്ന് പറഞ്ഞാല് കോട ഇറങ്ങുന്നുണ്ട്. ഒത്തിരി ഹൈറ്റിലെത്തി നമ്മള് 6000-7000 അടി ഹൈറ്റിലെത്തി. നിങ്ങൾ ഊട്ടി കറങ്ങിട്ട് വരുവാണോ അതോ ഊട്ടിക്ക് പോകണോ? ഊട്ടി കറങ്ങിട്ട് വരുവാ. എല്ലാരും എവിടെ വീട്? കോഴിക്കോട് വടകര. ആണോ എല്ലാരും? എല്ലാരും കൂടെ കറങ്ങി. എന്ന് പോയി? അന്നേരം ഇന്നലെ പോയോ അതോ മിനിങ്ങാന്ന് പോയി? അപ്പൊ മൊത്തം ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് കിടക്കാൻ പോയി. തലവേദനയാന്ന് പറഞ്ഞത് രാവിലെ അവിടുന്ന് പോന്നപ്പോ 2 ദിവസം ആയല്ലേ. വീടെല്ലാം യാത്രയല്ലായിരുന്നോ? ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പം നമ്മള് മെയിൻ റോഡിൽ നിന്ന് ശകലം ഉള്ളിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോവാ. ഒരു അടിപൊളി റൂട്ടിലൂടെ പോകുന്നത്. അടിപൊളി ഒരു റൂട്ടാണ്. അപ്പൊ നമുക്ക് ഇന്ന് അവിടെ എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഒതുക്കിയിട്ട് കിടന്നുറങ്ങാം. അതെ. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കുറച്ചിങ്ങ് വന്ന് ഒതുക്കി. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നല്ലൊരു അടിപൊളി സ്ഥലത്ത് വന്ന് ഒതുക്കിയേക്കുന്നത്. രാവിലെ നല്ല വ്യൂ ആയിരിക്കും എന്ന് കരുതുന്നു. രാത്രിയിലത്തെ കണ്ടിട്ട് തന്നെ ഇവിടെ സ്റ്റാർ ഗേസിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാണ്. ആകാശം നിറച്ച് സ്റ്റാറിങ്ങനെ തെളിഞ്ഞ് നിൽക്കുക. അപ്പോൾ അമ്മ അതവിടെ ഫുഡ് ഉണ്ടാക്കുക. അധികം നമ്മൾ വലിയ ആർഭാടമായിട്ടൊന്നും വെക്കുന്നില്ല. ചെറുതായിട്ട് ബ്രെഡ് ഓംലെറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ കുക്കിങ്ങും പരിപാടി നടക്കുന്നുണ്ട്. ആർഭാടമായിട്ട് വെക്കാനുള്ള സമയം ഇപ്പോൾ സമയമില്ല. ഇപ്പോൾ 9:30 9:30 10 മണിയായി. 10 മണിയായി. അതുകൊണ്ട് വേഗം കഴിച്ചിട്ട് കിടന്നേക്കാം. നാളെ രാവിലെ എണീക്കണ്ടേ? അതെ. ഊട്ടിയിലെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.